നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. അത് മൊബൈലാവാം, ക്യാമറ ആയിരിക്കാം, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിച്ചു നമുക്ക് വീഡിയോ ചെയ്യാം. മാത്രമല്ല നമ്മളിപ്പോൾ സാധാരണ ഒരു ഓഫ്ലൈനിലല്ലല്ലോ, നമ്മൾ ഓൺലൈനായിട്ട്. അപ്പോൾ ഇത് അത്രയും അധികം ആളുകൾ ഒരൊറ്റ സമയത്ത് തന്നെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലല്ലോ, ആളുകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഒരുപാട് പേർക്ക് ഈ വീഡിയോ എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ മീഡിയകളിൽ വീഡിയോ ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ആരംഭിക്കുകയാണ്. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ 24-ാം തീയതി ജനുവരി, അടുത്ത ആഴ്ച, അതായത് ഇനി ഒരാഴ്ച കൂടി ഉള്ളൂ, അടുത്ത വെള്ളിയാഴ്ച ജനുവരി 31 ഈ 31 എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത, നമ്മളെ 3 വർഷം കംപ്ലീറ്റ് ആവുന്നത് 22-ൽ തുടങ്ങി 2022-ൽ. അപ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെ ഒരു പുറകോട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമറ വർക്കുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഡിറ്റിങ്ങും എല്ലാം ചേർന്നുകൊണ്ടൊരു വീഡിയോ വരികയുള്ളൂ. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റേതായ ചില ഡിവൈസുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്യുകയാണെങ്കിലും അതുപോലെ വെഡ്ഡിങ്ങുകൾ, മറ്റ് ഇപ്പോൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാമുകളായിക്കോട്ടെ, ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ ചില ഇപ്പോൾ ക്യാമറകളാണെങ്കിലും അതിനൊരു നമുക്ക് ശരിക്കും ഒരു റെക്കമെൻഡേഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു കിട്ടുന്നൊരു ഫ്രീഡം, അതിപ്പോൾ യൂട്യൂബിൽ പ്രൊഫഷണൽസും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ട് സ്വന്തം ചാനലിൽ. അതല്ലാതെ ഇപ്പോൾ ജസ്റ്റ് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ ഈ മൊബൈൽ ഫോണിൽ തന്നെ അങ്ങനെ ഈ ഒരു വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് ഒന്നും പഠിച്ചതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പീരിയൻസോ ഇല്ലാത്ത ആളുകളും പിന്നീട് ഇത് ചെയ്ത് കാരണം യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് അത് യൂട്യൂബ് ഈ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഡിവൈസ് വെച്ചിട്ടും വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി എന്നുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഏത് ക്യാമറ എന്നുള്ളൊരു ഇത് വരുന്നില്ലല്ലോ, നമുക്ക് ഏത് ക്യാമറയിലും ചെയ്യാം. ഇപ്പോൾ ഫുൾ HD വീഡിയോ ചെയ്യാം, 4K ചെയ്യാം, 720 അതിലൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും, പക്ഷേ മാക്സിമം ക്വാളിറ്റി എന്ന് വരുമ്പോൾ നമ്മൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ 4K ചെയ്യുക. അപ്പോൾ ഇതുപോലെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ അധികം ഇല്ലാതെ, അതായത് ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. എന്നാൽ ഏത് ലെവൽ ക്വാളിറ്റിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് ഇങ്ങനെ ഓൺലൈൻ മീഡിയകളിൽ, നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിൽ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴുണ്ട്. ഇപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വെച്ചാൽ, നമുക്ക് ഇപ്പം നമ്മളെ ചാനലിൽ തുടങ്ങുന്ന സമയത്ത് DSLR ക്യാമറയാണ്, അന്ന് നിക്കോണിൻ്റെ ഒരു DSLR ക്യാമറ, അതിൻ്റെ മുമ്പേ എൻ്റെ അടുത്തുണ്ട്. മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിയതായതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ, അതായത് യൂട്യൂബ് എന്നുള്ള രൂപത്തിലല്ല നമ്മൾ പ്രൊഫഷണൽ ആവുന്നത്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിങ് ആ രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓൾറെഡി നമുക്ക് എല്ലാ ഉപകരണങ്ങളും ഇവിടെ കയ്യിലുണ്ട്, വീഡിയോഗ്രാഫിക്കും വീഡിയോ എഡിറ്റിങ്ങിനുള്ള, അതായത് PC അടക്കം, ഡെസ്ക്ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുക്കുകളോ കാര്യങ്ങളോ റിസ്ക്കുകളോ ബുദ്ധിമുട്ടോ ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. വെച്ചാൽ ഇപ്പോൾ നല്ല ഒരു മൊബൈൽ ഫോൺ ക്യാമറ ആകുമ്പോൾ നമുക്ക് ക്യാമറ, പിന്നെ അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് മാറ്റണം, അത് കഴിഞ്ഞ് ഈ ഫയലുകൾ എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ക്യാമറ അതിൻ്റെ പ്രൊഫഷണൽസ് അപ്പോൾ അങ്ങനെ പഠിച്ച് അതിൻ്റേതായ കാര്യങ്ങൾ, ആ രീതിയിലുള്ള ക്യാമറകൾ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ, പക്ഷേ ഇതൊന്നും കയ്യിലില്ലാത്തവർ അല്ലെങ്കിൽ ഇത് പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പല വിലയിലുള്ള, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചും മറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പല വിലയിൽ ഓരോരുത്തരെയും ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നതിനാൽ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വരുന്ന ഒരാൾ മറ്റ് ഉപകരണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ട് എക്യുപ്മെൻറ്റ്സ് നേരത്തെ ഉപയോഗിച്ച് ശീലമുള്ളവർ മാത്രം വർക്കുകൾ ചെയ്യുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരുക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ അവർക്കത് ചെയ്യാം. കാരണം വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ കോമ്പാക്റ്റാണ്, നമ്മൾ ഏത് സമയത്തും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ
ഒപ്പം അപ്ലോഡ് ചെയ്യുക, എല്ലാം ഒരു ഡിവൈസിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സൗകര്യം കൂടി ഉള്ളത് കൊണ്ട് മൊബൈൽ ഫോൺ പിന്നെ നമ്മൾ അതിനായിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. പക്ഷേ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലാത്തവർക്ക് ഏത് ഫോൺ വാങ്ങിയാലും അത്ര ബാധിക്കുന്നില്ല അവർക്ക്. നമ്മൾ ഇതുപോലെ ഒരു കണ്ടൻറ് ക്രിയേഷനൊക്കെ ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതുകൂടി മനസ്സ് കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കൂടി നമുക്ക് വേണം വീഡിയോയിൽ. കാരണം പറ്റ മോശമായിട്ടുള്ള രീതിയിൽ പറ്റില്ല. അപ്പോൾ ആ ഒരു സംഗതി കൂടി നമ്മൾ കണ്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിലായി. അപ്പോൾ ഒരു കോമ്പാക്റ്റ് ആയിട്ട് എല്ലാ സമയത്തും നമ്മുടെ ഫോൺ ഏത് സമയത്തും നമ്മുടെ കയ്യിലുണ്ടല്ലോ, നേരെ നമ്മൾ ഫോൺ എടുക്കുന്നു, നമുക്ക് വീഡിയോ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ക്യാമറ ഏത് സമയത്തും നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കത് എല്ലാ സമയത്തും ഫോണിൻ്റെ പോലെ എല്ലാ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യാമറയിലാണ്. പിന്നെ സൗകര്യം നോക്കിയിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സോണി ZV-1F എന്ന് പറഞ്ഞുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള വ്ളോഗിങ് ക്യാമറയാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 1.5 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ വീഡിയോകളും നമ്മൾ ഔട്ട്ഡോറിലാണെങ്കിൽ ഇൻഡോറിലാണെങ്കിൽ ഏതാണെങ്കിൽ അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേഷന്. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ 1.5 വർഷത്തോളമായിട്ട് ആയിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ഇത് വാങ്ങിയിട്ട്. ചെയ്ത വീഡിയോയിൽ കൂടുതലും ക്യാമറയിലാണ് ചെയ്തിട്ടില്ല. ആദ്യത്തെ നമ്മൾ നിക്കോയുടെ DSLR, പിന്നീട് ഇപ്പോൾ അതിന് ശേഷം യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ ഒരു റവന്യൂ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. പിന്നീട് ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് അധികമായിട്ടില്ല, എന്നാലും കുറച്ചായി. അപ്പോൾ അത് നമ്മളാണ് ഇപ്പോൾ കണ്ടോ iPhone 15 ഞാൻ വാങ്ങിച്ചത്. iPhone 15 അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പല സമയങ്ങളും ഇതിലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഐഫോണിനാകുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഒരു ഗ്യാരണ്ടി തന്നെയാണ്. അതിന് നല്ല ഹൈ ക്വാളിറ്റി തന്നെ നമുക്ക് വീഡിയോ ചെയ്തെടുക്കാം. ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എഡിറ്റ് ചെയ്യാനും അതെ ഐഫോണിൽ നല്ല ഉഗ്രനായിട്ട് അതുപോലെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഐഫോണിൽ അതിനും ബെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ നമുക്ക് കണ്ടൻറ് ക്രിയേഷന് വളരെ പറ്റിയതാണ് ഐഫോണിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ചില ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോറിലാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അവിടെ അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട്, 400-500 മുതൽക്ക് പിന്നെ അങ്ങോട്ട് പല സ്ഥലങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ റേറ്റ്. നമ്മൾ ക്യാഷ് കൊടുക്കണം. ആദ്യം ഞാൻ ഔട്ട്ഡോർ വീഡിയോ എടുത്തത്, അതായത് നമ്മളെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കാപ്പാട് ബീച്ചിൽ, നമ്മൾ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ പോയത്. അതും നല്ല രസമുള്ള യാത്രയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ്. അപ്പോൾ ഇത് ഔട്ട്ഡോർ വീഡിയോസായിട്ട് നമ്മളൊരു ട്രാവൽ വ്ളോഗ്സ്, ആദ്യകാലങ്ങളിൽ മുഴുവൻ ട്രാവൽ വീഡിയോസ് ആയിരുന്നു 6 മാസത്തോളം. അപ്പോൾ ആ ട്രാവൽ പിന്നെ വീഡിയോസ് എടുക്കണം. അപ്പോൾ അവിടെ ഇനി വേറെ ദിവസം ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ദിവസം ഒഴിവുപോലെ പോകണം, നമുക്ക് അന്നത്തെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒരു വ്ളോഗ് ഐഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യണത്. ഒരാൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും വേണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എഴുതാം, അത് അയാളെ താല്പര്യം. പക്ഷേ വീഡിയോ ഓവറോൾ നമ്മൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് ആ ചെയ്ത ആൾ അത് കണ്ടിട്ട് അയാൾക്ക് വരുന്നൊരു ഇതുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ആ വ്യക്തി തന്നെ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രേക്ഷകർക്ക് എത്തുന്നത്. പ്രേക്ഷകർക്ക് നമുക്കിപ്പോൾ കമൻറ്റ് നന്നായില്ല നമുക്ക് എഴുതാൻ പറ്റും, ലൈക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ അതൊക്കെ വീഡിയോൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്ന ആ ക്യാമറാമാൻ്റെ അതിൽ ആരാണോ ഇത് വീഡിയോ ചെയ്യുന്നത് അയാളെ സ്കില്ലാണ്. അത് അയാൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ കമൻറ്റുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും രണ്ടാണെങ്കിലും ആ ഇമ്പാക്റ്റ് ഒന്നും നമ്മളെ ക്രിയേറ്റിവിറ്റീനെ ബാധിക്കാൻ പാടില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിലെ എക്സ്പീരിയൻസ്, സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.